പുതിയ വർക്കും പഴയ വർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? പുതിയ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ നിങ്ങൾ പഴയ വർക്ക് ചെയ്യുന്നത്? അപ്പം അതേ പൈസ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ റീവയറിങ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ചെറിയ മെയിൻ്റെനൻസ് എടുക്കുന്നതിനോ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ നിങ്ങൾ എടുക്കുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും സംശയങ്ങളിൽ ഒന്നായിട്ട് വരുന്നുണ്ട്. പുതിയ വർക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു സൈറ്റ് കാണാതെയോ അല്ലെങ്കിൽ സൈറ്റ് കണ്ടിട്ട് നമുക്ക് റൂമിന്റെ നീളവും വീതിയൊക്കെ അറിഞ്ഞില്ല, വീട്ടിന്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പുതിയ വീടിന്റെ വർക്കിന്റെ എത്രത്തോളം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരും, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലേബർ കോസ്റ്റ് വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൻ്റെ അത് ചെറിയൊരു പൈസയുടെ ഡിഫറൻറ്റ് മാത്രമേ നമുക്ക് ഒന്നുകിൽ കൂടി വരാം, അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞു വരാം. ഒരുപാട് പഴക്കം ചെന്ന വീടുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൈപ്പുകൾ അരയിഞ്ച് പൈപ്പിലായിരിക്കും അന്നത്തെ സാഹചര്യത്തിൽ അവർ ചെയ്തിട്ടുണ്ടാവും. അത് അന്നേരത്തെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലായിരിക്കും അവർ ആ ഒരു വീട് വയറിങ് ചെയ്തിട്ടുണ്ടാവാം. പിന്നീട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വയറ് വലിച്ചത് 2.5 വയറുകൾ കൊണ്ട് നമ്മൾ ഒരു കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് ലൂപ്പ് ചെയ്തിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഒരുപാട് റൂമിലേക്ക് അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത്തരം രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ജംഗ്ഷൻ ബോക്സുകൾ ഉണ്ടാവും. അപ്പൊ ജംഗ്ഷൻ ബോക്സുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് നിങ്ങളെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമായ രീതിയിൽ നമുക്കിപ്പോൾ ചില സമയത്ത് ഒരു വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ബോക്സുകൾ അയച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ബോക്സുകൾ അയച്ചിട്ടാകുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ വയറ് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ പണ്ട് വെച്ച മരത്തിന്റെ ബോക്സുകൾ ഡാമേജ് ആയിട്ടുണ്ടാവും. സ്വിച്ചസിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടാവും. മരത്തിന്റെ ബോക്സ് വേണം, പിന്നെ ചതിൽ വന്നിട്ടോ ഉറുമ്പരിച്ചിട്ടോ എന്തെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അന്നേരത്തെ അതിന് വേണ്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് വെട്ടിപ്പൊളിച്ച് ചില സമയത്ത് നിങ്ങൾ ഈ ഒരു വാള് പുട്ടി ചെയ്ത് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ച വാളായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ റിസ്ക് കൂടുതലാണ്. നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു വീട്ടിൽ മെയിൻ്റെനൻസ് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് പുതിയ വീട് എടുക്കുന്ന പോലെ മുഴുവനായിട്ട് കട്ടർ വെച്ച് പൊടി പാറ്റി ആകെ അലങ്കോലമാക്കിയിട്ട് നമുക്ക് ആ ഒരു വീട്ടിന്റെ വർക്കിനെ നമുക്ക് എടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും പറ്റില്ല. പിന്നെ പണ്ട് ഉപയോഗിച്ചത് കൂടുതലും ബെൻഡിന് പകരം എൽബോ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് 1.5 വയറോ 2.5 വയറോ നമുക്ക് അതിനകത്ത് കൂടെ വലിച്ചാൽ വരണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ അരയിഞ്ച് പൈപ്പ് എന്നുള്ളത് മാറ്റി നമുക്ക് 3/4 ഇഞ്ച് പൈപ്പും 1 ഇഞ്ച് പൈപ്പും ആക്കി മാറ്റേണ്ടി വരും. കൂടുതലും വീടുകളിൽ നമുക്ക് ഇപ്പം എക്സ്ട്രാ ലോഡുകൾ നമുക്കിപ്പം ആൾക്കാർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വീടിനായാലും കുറഞ്ഞത് ഒരു എ സിയോ 2 എ സിയോ വെക്കാത്ത വീടുകൾ ഇപ്പം വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, മിക്സി, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള എല്ലാ ഹെവി ലോഡ് ഐറ്റംസുകളും ഇപ്പം നമ്മൾ പഴയ വീടുകളിലേക്ക് കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വയറിംഗ് സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരിക. ചില സ്ഥലങ്ങളിൽ എർത്ത് പോലും ഉണ്ടാവില്ല. അടുക്കള ഭാഗങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് ആയിരിക്കും. എന്നാലും അവർ പറയും ഇത് ചെറുങ്ങനെ ഒന്ന് റെഡിയാക്കി നമുക്ക് തന്നാൽ മതി. ആ ചെറുങ്ങനെ റെഡിയാക്കി തരുന്നത് നമുക്ക് ചിലപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. കാരണം നമ്മൾ ചിലപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ആവുന്ന രീതിയിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് സോൾവ് ചെയ്ത് തരുവാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു 2-3 ആഴ്ചകൾ അല്ലെങ്കിൽ 3 മാസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അതിന് ആദ്യം കംപ്ലൈൻസുകൾ വരാൻ തുടങ്ങും. നിങ്ങൾ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ സ്വിച്ച് ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കുന്നുണ്ട്. അത് മിക്കവാറും ഒരു വലിയൊരു അപകടത്തിലേക്ക് വരും. പിന്നെ ഈ പൈസക്കാരനെന്നോ പൈസ ഇല്ലാത്തവനെന്നോ എന്ന് ഷോക്കിനില്ല. കാരണം ആർക്ക് ഷോക്ക് അടിച്ച് നല്ല രീതിയിൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ വരാൻ എങ്ങനെയും വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണ്ടുന്ന മെയിൻ്റെനൻസ് ആണെങ്കിൽ മെയിൻ്റെനൻസ് കൃത്യമായി എടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അത് റീവയറിങ് ചെയ്തിട്ട് എടുക്കാനുണ്ടെങ്കിൽ റീവയറിങ് ചെയ്യേണ്ട വർക്ക് ആണെങ്കിൽ റീവയറിങ് ചെയ്തിട്ട് തന്നെ എടുക്കുക. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് താമസിക്കുന്നിടത്തോളം കാലം നമ്മൾ എപ്പോഴും സെക്യൂർ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് ആലോചിക്കുക. അപ്പൊ ഈ ഒരു റീവയറിങ് വർക്കിന് വരുന്ന ഒരു ഇലക്ട്രീഷ്യനോട് എത്രയാണ് പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഇലക്ട്രീഷ്യനും നമുക്ക് ആ ഒരു സമയത്ത് ബറാബർ കണക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റൂല. കാരണം അയാൾക്ക് അവിടെയുള്ള എല്ലാ സ്വിച്ച് ബോക്സുകളും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ജംഗ്ഷൻ ബോക്സുകളും അഴിച്ചു നോക്കി എത്രത്തോളം വയറിന് ഡാമേജ് വന്നിട്ടുണ്ടോ, എത്രത്തോളം പൈപ്പുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടോ, എത്രത്തോളം എർത്തുകൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു വയറിങ്ങിന്റെ എത്രത്തോളം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആവുന്നോ ലേബർ കോസ്റ്റ് ആവുമോ എന്നോ നമുക്ക് പറയാൻ പറ്റുമോ. കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ വാളുകൾ പൊട്ടിച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ കൃത്യമായിട്ടും വാളുകൾ പൊട്ടിച്ചിട്ട് പൈപ്പുകൾ നമുക്ക് വീണ്ടും ഒരു പുതിയ പൈപ്പുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം വർക്കുകൾ വരുന്ന സമയത്ത്, അത്തരം ആഡുകൾ വരുന്ന സമയത്ത് നമുക്ക് ഭിത്തികൾ പൊളിക്കേണ്ടി വരും. ഭിത്തികൾ പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിങ് ചെയ്യണം, അതുപോലെ തന്നെ പുട്ടി വർക്ക് ചെയ്യണം, പെയിന്റ് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു കാരണവശാലും പുതിയ വർക്കും പഴയ വർക്കും നമ്മൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പുതിയ വർക്ക് ഇത്ര പൈസക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരു പഴയ വർക്ക് നിങ്ങൾക്ക് ഈ ഒരു പൈസക്ക് എടുത്തുകൂടെ എന്ന് ഒരിക്കലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. റിസ്ക് കൂടുതലാണ്. അപ്പോൾ പല സാഹചര്യത്തിൽ നമുക്ക് അതായത് കറണ്ട് നിലനിർത്തിക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസും റീവയറിംഗ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു അപകടങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ വർക്കും ഓരോ ഇലക്ട്രീഷ്യന്മാരും എടുക്കുന്നത്.
ഒന്നും ഒരു ഇലക്ട്രീഷ്യൻ മാറും വളരെ കാട്ടിക്കൂട്ടിയുള്ള വർക്കുകളൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ എടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ റീവയറിങ്ങിനും മെയിൻ്റെനൻസിനും ഒക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെയ്തൊക്കെ നല്ല രീതിയിലുള്ള വർക്കാണ്. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കുറച്ച് പോരായ്മകളാണ് ആ ഇലക്ട്രീഷ്യൻ മാറി ഇങ്ങനെ ഈ ഒരു രീതിയിലാക്കുന്നത്. കാരണം നിങ്ങൾ പറയും അതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, അവിടെ ഇത്രയൊന്നും പോയിന്റ് വേണ്ട, അത്രയൊന്നും വയറ് വേണ്ട, അപ്പം നമ്മളെ കയ്യിൽ അത്രയും പൈസയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ആ ഒരു ഇലക്ട്രീഷ്യൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ അതൊരു കംപ്ലൈന്റ് ആയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ ആ ഇലക്ട്രീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണമെന്നില്ല, ചിലപ്പോൾ ഇലക്ട്രീഷ്യൻ വിളിച്ച് വരണമെന്നില്ല. വീണ്ടും നിങ്ങൾ ഒരാളെ കണ്ടെത്തും, അയാൾ വന്ന് ആ ഒരു വർക്കിനെ പഠിച്ച് വേണം നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് റീവയറിങ് അല്ല റീവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നമുക്ക് ഡിലേ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രീഷ്യനെ നമുക്കൊന്ന് കേൾക്കാൻ വേണ്ടി നമ്മളൊന്ന് തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. ആൾക്ക് പറയാനുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പരിപൂർണമായിട്ടും ഞാനൊരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ, നിങ്ങളെ സമീപിക്കുന്ന ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി തയ്യാറാണ്. നിങ്ങളെ ആവശ്യങ്ങൾ എന്താണോ എന്നുള്ളത് നമ്മൾ കേട്ടിട്ട് മാത്രമേ ഞാനായാലും നമ്മളൊരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഈ തട്ടിക്കൂട്ട് പരിപാടികൾക്ക് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസങ്ങളെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെ നമുക്ക് ആ ഒരു വർക്കിന് നിലനിൽപ്പ് ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും നിങ്ങളൊരു പൈസ അവിടെ ചെലവഴിക്കേണ്ടതായിട്ട് വരും.